ഈ താരിഫിൻ്റെ വിഷയം ഇന്ത്യ എങ്ങനെ ബാധിച്ചു? ഇപ്പോൾ കുറേ കാലമായല്ലോ, ഇപ്പോൾ എന്ത് തോന്നുന്നു? ഐ ടിയിൽ പതിയെ ലേ ഓഫുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. TCS ലേ ഓഫ് കൊണ്ടിരുന്നു എന്ന് പറയുന്നു. അത് 10% എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 10% നിൽക്കില്ല എന്ന് പറയുന്നു. പ്രശ്നങ്ങളുണ്ട്, ധാരാളമായിട്ട് പ്രശ്നമുണ്ട്. ഈ TCS ആണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ കോൺട്രാക്റ്റുകൾ ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ TCS ആയിരിക്കും ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഡസ്ട്രി റൂമർ. ഓക്കെ, IT മേഖലയിൽ മാത്രമേ ഉള്ളൂ അതോ മൊത്തത്തിൽ? അല്ല, IT മേഖലയിലെ നേരിട്ട് ബാധിക്കും. അത് H1Bയുടെ ബാക്കി ടെക്സ്റ്റൈൽ മേഖലയിൽ ഈ പറഞ്ഞ പോലെ കിറ്റെക്സും അങ്ങനെ ഉള്ള വൻകിട കമ്പനികൾ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാജസ്ഥാൻ, തമിഴ്നാട്, ആന്ധ്ര അങ്ങനെ സ്റ്റേറ്റുകളെയാണ് ബാധിക്കുന്നത്. പല സ്റ്റേറ്റുകളെ ബാധിച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, റിയലൈൻ ചെയ്യുന്നു എന്ന് കേട്ടിരുന്നു. ബാക്കി അതിന്റെ ഡീറ്റെയിൽസ് ഒത്തിരി പുറത്തോട്ട് വന്നിട്ടില്ല. അതെ, കുറച്ചുകൂടെ കഴിഞ്ഞാലേ നമുക്ക് എത്രത്തോളം അഫക്റ്റഡ് ആണെന്ന് നമുക്ക് അറിയണം. എങ്ങനെയാണ് നമ്മളതിനെ നേരിട്ടു അല്ലെങ്കിൽ അത് വിജയകരമായോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല. ഇല്ല, പക്ഷെ IT ഇത് ഏകദേശം പ്രത്യക്ഷത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഈ IT ഇത് വരാനുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സോഴ്സിങ്ങിന് അടുത്തൊരു ടാക്സ് വരാൻ പോകുന്നു എന്ന് ഒരു ഇത് വരുന്നുണ്ട്. അത് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ലേ ഓഫിന് ചാൻസ് വരുന്നത്. അത് വലിയ താമസമില്ലാതെ ഉണ്ടാവും. അപ്പോൾ ഇനിയും കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്, എന്നാൽ മാത്രമേ അത് കുറച്ച് സമയം എടുത്തേ അത് പുറത്തേക്ക് വരുള്ളൂ. കാരണം ഒരു അടുത്ത മാർച്ചോട് കൂടിയിട്ടൊക്കെ നമുക്ക് IT ഇങ്ങനെയുള്ള താരിഫിൻ്റെ ശരിക്കുള്ള ഇമ്പാക്റ്റ്, IT മാത്രമല്ല എല്ലാ സെക്ടറിലുള്ള താരിഫിൻ്റെ ഇമ്പാക്റ്റും ഈ ട്രംപിൻ്റെ ഭ്രാന്തൻ നയങ്ങളുടെ ഇമ്പാക്റ്റും കൃത്യമായിട്ട് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു മാർച്ച് ഏപ്രിലാവും. രാജ്യം എങ്ങനെ പിടിച്ചു നിൽക്കാൻ, അതിനെതിരെ പിടിച്ചു നിൽക്കുമോ? തീർച്ചയായിട്ടും നമ്മൾ പിടിച്ചു നിന്നിരിക്കും. മാത്രമല്ല, വേൾഡ് ബാങ്ക് ഇപ്പോൾ വേൾഡ് ബാങ്ക് ആണെന്ന് തോന്നുന്നു, മറ്റേ നമ്മുടെ ഇത് പറഞ്ഞല്ലോ, നമ്മുടെ വളർച്ചാ നിരക്കിന്റെ കാര്യത്തിൽ. വേൾഡ് ബാങ്ക് നമ്മുടെ വളർച്ചാ നിരക്കിനെ ഒന്നും ഇത് അഫക്റ്റ് ചെയ്യില്ല എന്ന് മാത്രമല്ല, 6.3 നിന്ന് 6.5 പ്രൊജക്റ്റഡ് ഇത് കൂട്ടിയിരുന്നു. അത് 2025 26 2% കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. H1Bയുടെ ഇമ്പാക്റ്റ് അന്നേരത്തേക്കേ വരുള്ളൂ എന്ന് വേൾഡ് ബാങ്കും പറഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷത്തെ 2026 ഔട്ട്ലുക്ക് കുറച്ച് കുറയ്ക്കുക, 2.2% കുറയ്ക്കുകയാണ് വേൾഡ് ബാങ്ക് ചെയ്തിരിക്കുന്നത്. അതായത് രാജ്യം മുഴുവൻ ഒരേ മനസ്സോടെ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും.